സഖിന്റെ താഴ്വാരങ്ങൾ ചെന്ന് അവസാനിച്ചിടം മുതൽ നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടന്ന ജലസഞ്ചയമായിരുന്നു കുട്ടനാടൻ പ്രദേശം. സഹസ്രാബ്ദങ്ങളുടെ ഇടവേളയിൽ മഴയും കാറ്റും മലവെള്ളപ്പാച്ചിലും നടത്തിയ ഇടപെടലുകളുടെ ഫലമായി ചതുപ്പുകളും തുരുത്തുകളും രൂപപ്പെട്ടു. എക്കലടിഞ്ഞ് ഫലഭൂയിഷ്ഠമായ പ്രദേശം കൃഷിക്ക് ഉപയുക്തമെന്ന് തിരിച്ചറിഞ്ഞ് അതിസാഹസികരായ കാരിരുമ്പിൻ്റെ കരുത്തുള്ള മണ്ണിൻ്റെ മക്കൾ ആഴങ്ങളിൽ നിന്നും കട്ട കുത്തിയെടുത്ത് കൃഷിയിടങ്ങൾ രൂപപ്പെടുത്തി. പിന്നീട് അധിനിവേശത്തിൻ്റെ കാലം. അധ്വാനശീലർക്ക് പറുദീസയായി മാറിയ കുട്ടനാട് വികസനത്തിൻ്റെ പാതയിൽ പിച്ചവെച്ചു. മരതകപ്പച്ചയണിഞ്ഞ വയലേലകളും സ്ഫടിക ജലാശയങ്ങളും ചാമരം വീശി നിറഫലങ്ങളേന്തി നിൽക്കുന്ന കേരനിരകളും കുട്ടനാടിനെ അതിസൗന്ദര്യം നൽകി അനുഗ്രഹിച്ചു. ജനപദങ്ങൾ രൂപപ്പെട്ടപ്പോൾ തനത് കലകളും സംസ്കാരവും വളർന്നു തുടങ്ങി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടു. പിന്നെയോ എണ്ണിയാൽ ഒടുങ്ങാത്ത കഥകളും. തേക്കുപാട്ടും ചക്രപ്പാട്ടും നടിയിൽപ്പാട്ടും കൊയ്ത്തുപാട്ടും കുട്ടനാടൻ ജീവിതത്തിന് കൊഴുപ്പേകി. ആയിരങ്ങൾ കാൽമന്ത്രവൃതി ഏകിക്കൊണ്ട് ആരാധനാലയങ്ങൾ രൂപം കൊണ്ടു. ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ എന്നിവ സാമൂഹ്യ ജീവിതത്തിന് ചൈതന്യം പകർന്നു. ഉത്സവങ്ങളും തിരുനാളുകളും വിവിധ വിശ്വാസികളുടെ ഐക്യത്തിന് വഴിതെളിച്ചു. സാംസ്കാരിക വളർച്ചയുടെ പ്രത്യക്ഷ ഉദാഹരണമായി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. സമീപ പട്ടണങ്ങളിലേക്കുള്ള യാത്രാ സൗകര്യം വികസിച്ചു വന്നു. വെള്ളത്തിൻ്റെ നാടായ കുട്ടനാട്ടിൽ ജലോത്സവങ്ങൾ ജലമേളകളായി. ചുണ്ടനും വെപ്പും ഓടിയും ചുള്ളനും തുടങ്ങി വിവിധ ഇനം വള്ളങ്ങൾ ജലോത്സവങ്ങളിൽ മാറ്റുരച്ചു. ജലോത്സവങ്ങൾക്ക് ആദ്യ അംഗം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി മുതൽ ലോകപ്രശസ്ത ജലമാമാങ്കമായി മാറിയ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വരെയുള്ള പരശതം ജലോത്സവങ്ങൾ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആവേശത്തിൻ്റെ ലഹരി പകർന്നു. അകൃത്രിമ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കുട്ടനാട് സഞ്ചാരികളുടെ പറുദീസയായി വളർന്നു. എല്ലാ ഐശ്വര്യങ്ങളുടെ നടുവിലും പ്രകൃതിക്ഷോഭവും കൃഷിപ്പിഴയും കുട്ടനാടിനെ പിടിച്ചൊലിച്ചു. അപ്രതീക്ഷിത ജലപ്രളയം താണ്ഡവമാടിയപ്പോൾ കുട്ടനാട് ഭീതിയിലാണ്ടു. സമാനതകളില്ലാത്ത ദുരിതം പെയ്തിറങ്ങിയ നാളുകൾ ഇന്നും പേടിസ്വപ്നമായി കുട്ടനാടിൻ്റെ ഉൾത്തടത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിസാഹസികരായ കുട്ടനാട്ടുകാർ പ്രതിബന്ധങ്ങളെ പ്രതിരോധിക്കുവാൻ പുത്തൻ മാനങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. വൈവിധ്യവും നിറഞ്ഞ ഗതകാല സംഭവങ്ങളും ജീവിത മാതൃകകളും അനാവരണം ചെയ്യപ്പെടുന്ന അപൂർവ വായനാനുഭവം പ്രദാനം ചെയ്യുന്ന കുട്ടനാട് ദേശത്തിൻ്റെ കഥ തനത് കുട്ടനാട്. പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു, കുട്ടനാടിനെ മനുഷ്യൻ സൃഷ്ടിച്ചു. കരിമാടിക്കുട്ടന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് കുട്ടനാട്. ചതുപ്പ് സ്ഥലത്തിൽ നിന്ന് അവർ കുത്തിയെടുത്തതാണ് ഈ സ്ഥലം. അവർ അവിടെ കനകം വിളയിച്ചു. ആ ജനതയ്ക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട്, ഒരു ചരിത്രമുണ്ട്. കുട്ടനാടൻ ജനതയെപ്പറ്റി ആഴത്തിൽ 10 കൊല്ലത്തോളം ഗവേഷണം നടത്തിയതിൻ്റെ ഫലമാണ് തനത് കുട്ടനാട്. ഈ പുസ്തകം കുട്ടനാടിനെ സ്നേഹിക്കുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ചരിത്രകാരന്മാർക്കും ഒരു വലിയ സഹായമായിരിക്കും. പാൻഡോറ ബുക്സിൻ്റെ സഹായത്തോടുകൂടി ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ പുസ്തകം വായനക്കാർക്ക് ഈടുറ്റ ഒരു ഗ്രന്ഥമാണ്.